കാസർഗോഡ് മൊഗ്രാലിൽ വീട് തേപ്പ് തൊഴിലാളിയായ യുവാവിനെ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. മൊഗ്രാൽ കൊപ്പളത്തെ അബ്ദുൾ ഗഫൂറിന് നേരെയാണ് അതിക്രൂരമായ ആക്രമണമുണ്ടായത്. പൊള്ളലേറ്റ ഗഫൂറിനെ കുമ്പളയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 4 സംഘമാണ് പിന്നിലെന്ന് അബ്ദുൾ ഗഫൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു. അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സംഭവം എന്ന് വെച്ചാൽ ഇവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നത്, തമിളന്മാരും ഈ ഗഫൂർ എന്ന് പറയുന്ന ആളും ഒന്നിച്ച് ജോലി ചെയ്യുന്നത്. അതിലെന്തോ 3000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതിന് ഒരു ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് ആ പൈസ തരണം. തർക്കങ്ങളും കാസർഗോഡ് ഉണ്ടായിരുന്നു, ടൗണിലെല്ലാം തർക്കം ഉണ്ടായി. ഇങ്ങനെ ഇതായിട്ട് വന്നത് തരാം, ഞങ്ങൾ അത് എന്താക്കല്ല, നിങ്ങൾ തിന്നല, ഞാൻ എങ്ങനെ തരും, എനിക്ക് കിട്ടിയ പാട് നിങ്ങൾക്ക് ആ പൈസ തരും. അങ്ങനെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ 3000 തരാണ്ട് അതിന് നിങ്ങൾക്ക് 15000 രൂപ നഷ്ടം വരും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നല്ല ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ എന്ത് ഞങ്ങൾ തരാമെന്നല്ല വൈഫിനെ വിളിച്ച് വൈഫ് പറഞ്ഞ് നിങ്ങളെ പൈസ തിന്നലാങ്ങോ, ഞങ്ങൾ തരും, കിട്ടിയിട്ടാകുമ്പോൾ ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഇവർ എന്താക്കി, ഇന്ന് രാവിലെ ഒരു 4-4:30 മണി കഴിഞ്ഞു. ആ സമയത്ത് തീർട്ടിന് വന്നിട്ട് 4 പേര് ബാക്കിൽ കൈ ഇങ്ങനെ കെട്ടിയിട്ട് പെണ്ണ് മണ്ണെണ്ണ കൊടുത്ത് ലൈറ്റർ 3 പേര് പിടിച്ചാണ്. ഈ പെണ്ണുങ്ങൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ലൈറ്ററിൽ തീ കൊടുത്തു. ആ ലൈറ്റർ ഉണ്ടായിരുന്നു അവിടെ തന്നെ, പക്ഷെ പോലീസിനെ എടുക്കാൻ കിട്ടിയില്ല, അത് ആരോപിനെ പറക്കിക്കൊണ്ട് പോയി. പണിക്ക് പോകണിട്ട് വന്നി വരുമ്പോഴേക്ക് പാലത്തിനാടിൽ 4 ആൾ, 2 പണിക്കാരനെ 4 ആൾ, ഒരു സ്ത്രീ, 3 ആൾ ആണുങ്ങൾ ബാക്കിലെ കൈ ഇങ്ങനെ പിടിച്ച് സിമെണ്ണ ഇട്ടിട്ട് കത്തിച്ച് എനിക്ക് ലൈറ്ററിൽ. പിന്നെ 3000 രൂപ അവർക്ക് ഞാൻ കൊടുക്കണം. എഞ്ചിനീയറിന് ഞങ്ങൾക്ക് തന്നിട്ടില്ല പൈസ. 18000 രൂപ അവർ കൊടുക്കണുണ്ട് ഞങ്ങൾക്ക്. പണി നേരായിട്ടില്ല, ഒട്ടാശായി അതായി ഇതായണ്ട് കളവ് പറഞ്ഞിട്ട് 2 പൈസ കൊടുത്തിട്ടില്ല അവർ. ഇവിടെ ശീത്തങ്കോളിലേക്ക് കാസർഗോഡ് പോകുന്ന പോയില്ല ഇങ്ങോട്ട്. വീടിൻ്റെ ബരത്ത് കമ്പൗണ്ട്. അവിടെ നിന്നുള്ള പൈസ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. 18000 രൂപ കിട്ടണുണ്ട്. 3000 രൂപ ആർക്ക് കൊടുക്കണം? ഈ തമിഴ് സ്ത്രീക്ക് കൊടുക്കണുണ്ട്. മേരി അവളെ പേര്, അവൾ കൊടുക്കണുണ്ട്. ഇവർ 4 ആൾ കൂടിയിട്ട് വക്കത്തെ കൂടിയിട്ട് എപ്പോൾ ബന്ധിന് എപ്പോൾ ഇല്ല ഞങ്ങൾക്കറിയാം. ഞാൻ ഡെയിലി പോകുന്ന സമയത്ത് ഞാൻ പോകുന്നുണ്ട്. പോവാണ്ട് ഞാൻ ഡെയിലി അതേ റോട്ടിൽ പോകുന്നു, വരുന്നു പാലത്തിനടിയിൽ. നിങ്ങളെപ്പോ ജോലി ചെയ്യുന്നത് മേരി? 2 ഒക്കത്തെ പണി ഹെൽപ്പർമാർ അവർ, ബാക്കി 3 ആൾ മേസ്ത്രിമാർ. അവൻ്റെ വൈഫുണ്ട്, എല്ലാവരും വൈഫുണ്ട്. പിന്നെ അവരെല്ലാം 2 ഒക്കത്തെ പണി എടുക്കുന്ന ആൾ, 2 ഈടെ പണി എടുക്കുന്നുണ്ട് അവർ. എവിടുന്ന ഇത് മണ്ണെണ്ണ തഴുവി? മണ്ണെണ്ണ ശരീരത്തിൽ ബാക്കിൽ ഇങ്ങനെ കൈ പിടിച്ച്, കൈ 3 ആൾ പിടിച്ചിട്ട് ഇങ്ങനെ 3 ആൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ശരീരത്തിൽ ഈടെ പോയിട്ട് മണ്ണ്. ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ രാവിലെ 6 മണിക്ക് ബസ് കിട്ടും നമ്മ ഡെയിലി പോകണക്ക്, KSRTC ബസ്. ആ ബസ് പോകണക്ക് ഞാൻ വരുന്നുണ്ട്. പാലത്തിൻ്റെ അപ്പുറം ഒരു ഷെഡുണ്ട്, ഇത് കുപ്പി അത് ഇടുന്നത് ഒരു ഷെഡുണ്ട്. ആ ഷെഡിനവിടെ വന്നിട്ട് 4 ആൾ വന്നിട്ട് ബാക്കിൽ പിടിച്ച്, 3 ആൾ ബാക്കിൽ പിടിച്ച് ഒരു സ്ത്രീ കത്തിച്ച്. ഇല്ല, ബെരുമ്പക്ക്, അങ്ങോട്ടിന്ന് ബെരുമ്പക്ക് ബസ്സുക്ക് ഏറുന്നത് ബെരുമ്പക്ക്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അതിക്രൂരമായ ഒരു ആക്രമണ സംഭവമാണ് മൊഗ്രാൽ പൊക്കളത്തെ അബ്ദുൾ ഗഫൂറിന് നേരെ ഉണ്ടായത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും കൂലിയായി 18000 രൂപ കിട്ടാനുണ്ട് ഗഫൂറിന്. ഇതിൽ നിന്ന് ഉള്ള വിഹിതമായി 3000 രൂപ തമിഴ്നാട് സ്വദേശിനിയായ മേരിക്ക് നൽകണം. അത് നൽകാൻ വൈകിയതിലുള്ള രോഷമാണ് ഗഫൂറിന് നേരെയുള്ള മണ്ണെണ്ണ ഒഴിച്ചുള്ള ഈ ആക്രമണം. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ആക്രമണമാണ് ഗഫൂറിന് നേരെ ഉണ്ടായത്. ക്യാമറമാൻ സതീഷ് ഉദമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, കാസർഗോഡ്.